ഹിന്ദി സിനിമകളിലൂടെയായിരുന്നു അരങ്ങേറ്റമെങ്കിലും തെന്നിന്ത്യയിൽ ചുവടുറപ്പിച്ച നടിയാണ് ഖുശ്ബു. ഒരു കാലത്ത് മലയാളികളടക്കം തെന്നിന്ത്യയിൽ തരംഗമായിരുന്ന ഖുശ്ബു സുരേഷ് ഗോപിക്കൊപ്പം മലയാളത്തിൽ കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടിക്ക് സുരേഷുമായും അദ്ദേഹത്തിന്റെ കുടുംബവുമായും അടുത്ത ബന്ധമാണ് ഉള്ളത്. ഇപ്പോഴിതാ ആ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഖുശ്ബു. സുരേഷ് ഗോപിയുടെ ചോദ്യത്തിന് മറുപടിയാണ് ഖുശ്ബു പ്രതികരിച്ചത്. ഖുശ്ബുവിന്റെ വാക്കുകൾ ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. ഖുശ്ബുവിനെ താൻ ആദ്യമായി കാണുന്നത് യാദവം എന്ന സിനിമയുടെ സെറ്റിലാണെന്ന് സുരേഷ് ഗോപി ഓർത്തെടുത്തു. അതിനു മുമ്പ് ഖുശ്ബുവിനു വേണ്ടി തമിഴ്നാട്ടുകാർ അമ്പലം പണിയുന്നു. അങ്ങനെയുള്ള വാർത്തകളെല്ലാം കേട്ട് ഹീറോകളെ കുറിച്ച് കേൾക്കുന്നിടത്ത് ഹീറോയിനെ കുറിച്ച് കേൾക്കുന്നത് അപൂർവമായിരിക്കും. യാദവത്തിന്റെ സമയത്ത് ഖുശ്ബുവിന്റെ അടുത്ത് ഒരു കസേര വലിച്ചിട്ട് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടോ എന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും അത്രയും ബഹുമാനത്തോടു കൂടി ദൂരെ നിന്നേ കണ്ടിട്ടുള്ളൂ. ചിന്നത്തമ്പി സിനിമയിൽ പ്രഭുസാറാണ് അതിലെ പെർഫോമറെങ്കിലും ആളുകൾ ഇന്നും ഓർത്തെടുക്കുന്നത് ഖുശ്ബുവിനെയാണ്. പക്ഷെ ആ ആരാധനയാണ് ഇന്നിപ്പോൾ ജീവിതത്തിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സൗഹൃദ ബന്ധം അല്ലെങ്കിൽ സുഹൃത്തിനേക്കാൾ അപ്പുറമെന്ന് പറയുന്ന ഒരു ബന്ധത്തിലേക്ക് പോയിട്ടുള്ളത്. തന്റെ ഏറ്റവും വലിയ സന്തോഷം തന്റെ ഭാര്യ രാധികയും പെൺമക്കളുമാണ്. ഇവരാണ് എന്നേക്കാൾ ഖുശ്ബുവിന്റെ സുഹൃത്തുക്കളെന്നും സുരേഷ് ഗോപി പറയുന്നു. ഒരു സുഹൃത്ത് എന്നതിലുപരിയുള്ള ബന്ധമാണ് തനിക്ക് താരത്തിനോടുള്ളത്. അതുവച്ച് ഖുശ്ബുവിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുമാണ് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത്. ഈ മനുഷ്യനെ തനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്നാണ് മറുപടിയായി ഖുശ്ബു സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അത്രയും ഇഷ്ടമാണെന്നും ഖുശ്ബു പറയുന്നു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം ഒരു ടേപ്പ് എടുത്ത് നിങ്ങൾക്ക് അളന്നു നോക്കാനൊന്നും കഴിയില്ല. വാക്കുകൾ കൊണ്ട് പറയുന്നതിലും അപ്പുറം ഇഷ്ടമാണ് എനിക്ക് സുരേഷിനെ. തിരുവനന്തപുരത്ത് പോയാൽ ഹോട്ടലിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല. വരുന്നുണ്ടെന്ന് ഞാൻ വിളിച്ചു പറയും. അദ്ദേഹം നാട്ടിലില്ലെങ്കിൽ എന്നെ രാധിക എയർപോർട്ടിൽ വന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ട് വരും, ഖുശ്ബു പറയുന്നു. നേരെ സുരേഷിന്റെ വീട്ടിലേക്കാണ് ചെല്ലുക. അതല്ല, ഹോട്ടലിൽ പോയി നിന്നാൽ സുരേഷ് എവിടെയാണെങ്കിലും എനിക്ക് ഫോൺ വരും. അടുത്ത തവണ നിനക്ക് തിരുവനന്തപുരത്ത് വരണോ വേണ്ടയോ, വേണമെന്നുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് പൊക്കോ എന്ന് പറയുമെന്നും ഖുശ്ബു പറയുന്നു. സുരേഷിന്റെ കുട്ടികളൊക്കെ എൻ്റെ കൺമുന്നിൽ വളരുന്നത് ഞാൻ കണ്ടതാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ തീ പിടിപ്പിക്കാൻ പാകത്തിനുള്ള ഒന്നല്ല. അതിൽ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്താണോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആയിരിക്കാൻ സാധിക്കും. സൂര്യന് കീഴിലുള്ള എന്തിനെക്കുറിച്ചും ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. അതിലും മികച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ രാധിക അടുത്തിരിക്കുമ്പോൾ തന്നെ സൂര്യന് കീഴിലുള്ള എന്തിനെക്കുറിച്ചും സംസാരിക്കാൻ പറ്റുമെന്നതാണ്. ഞാനും സുരേഷും സംസാരിക്കാൻ തുടങ്ങിയാൽ രാധിക അയ്യോ തുടങ്ങിയോ എന്ന് ചോദിച്ച് ഇവിടെ നിന്ന് പോകാറാണ് പതിവെന്നും ഖുശ്ബു ഓർത്തെടുത്തു.